ഹലോ ഫ്രണ്ട്സ്, സ്പോക്കൺ ഹിന്ദി പഠിപ്പിക്കാൻ മൂവി ഡയലോഗിലൂടെ ശ്രമിക്കാം. പഠിപ്പിക്കാനും പഠിക്കാനും കേട്ടോ. മാലതി അപ്പുറത്ത് നിന്ന് കരയാ. മാലതി ഉദർ രോ രഹിയ. ഈ കോണ്ടെക്സ്റ്റ് മനസ്സിലായെന്ന് കരുതുന്നു. ഈ സിനിമയിൽ ചാന്ത് പൊട്ടുന്ന സിനിമ കണ്ടവർക്കറിയാം. ഇവൻ ഒരു ഫെമിനൈൻ ക്യാരക്ടറാണ് ദിലീപ്. അപ്പം ദിലീപ് കുറച്ച് കുട്ടികളെ പിടിച്ചിരുത്തി ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്. ആ ഡാൻസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡാൻസ് ക്ലാസ്സിൽ നിന്ന് ഒരു കുട്ടി ഓടി വന്നിട്ട് ഇവനോട് പറയാണ്, മാലതി ഉദർ രോ രഹിഹെ. മാലതി അപ്പുറത്ത് നിന്ന് കരയാ. ഇത് സംസാര ഭാഷയാണ് കേട്ടോ അവർ മലയാളത്തിൽ ഉപയോഗിക്കുന്നത്. മാലതി ഉദർ രോ രഹിഹെ. ഉദർ എന്ന് പറഞ്ഞാൽ അവിടെ അല്ലെങ്കിൽ അപ്പുറത്ത് നിന്ന് ഉള്ളതിനൊക്കെ ഉദർന്ന് ഉപയോഗിക്കാം. രോ രഹിഹെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാലതി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാലതി ഇവന്റെ ഒരു ഫേവറേറ്റ് സ്റ്റുഡന്റ് ആണ്, ഡാൻസ് പഠിപ്പിക്കുന്നത്. എന്തു പറ്റി? ക്യാ ഹുവ. അപ്പം ദിലീപ് ചോദിക്കുകയാണ് എന്ത് പറ്റിയെന്ന്. ഓടി വന്ന് പറഞ്ഞ കുട്ടിയോട് ചോദിക്കുന്നു എന്ത് പറ്റി, ക്യാ ഹുവ. അവൾ ഈ പ്രാവശ്യം 10ാം ക്ലാസ് തോറ്റു. അപ്പൊ അവൾ കരയുന്നതിന്റെ കാരണമാണ് 10ാം ക്ലാസ് തോറ്റത്. വ ഇസ് ബാർ 10വീं കക്ഷാ മേ ഫെയിൽ ഹോ ഗയി. വ അവൾ, ഇസ് ബാർ ഈ തവണ, ഈ പ്രാവശ്യം, 10വീं കക്ഷാ മേ 10ാം ക്ലാസ്സിൽ ഫെയിൽ ഹോ ഗയി തോറ്റുപോയി. അവൾ ഈ തവണ 10ാം ക്ലാസ്സിൽ തോറ്റുപോയി. വ ഇസ് ബാർ 10വീं കക്ഷാ മേ ഫെയിൽ ഹോ ഗയി. അപ്പം 10ാം ക്ലാസ് തോറ്റതിനാണ് മാലതി ഇരുന്ന് കരയുന്നത്. വ ഇസ് ബാർ 10വീं കക്ഷാ മേ ഫെയിൽ ഹോ ഗയി. അപ്പം പിന്നെ ദിലീപ് പറയാ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് മതിയാക്കാം. അപ്പൊ അവന് സങ്കടം വന്നു കേട്ടോ. ഇന്ന് നമുക്കിനി ക്ലാസ് മതിയാക്കാം എന്ന് പറഞ്ഞാൽ അവൻ ഡാൻസ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കല്ലേ, ആ സമയത്തല്ലേ മെസ്സേജ് കിട്ടിയത്. അപ്പൊ അവൻ പറയാ ഇന്നിനി നമുക്ക് ക്ലാസ് നിർത്താം. എങ്ങനെയാ ഹിന്ദി പറയാ? തോ ആജ് കി ക്ലാസ് കാഫി ഹെ. കാഫി എന്ന് പറഞ്ഞാൽ ധാരാളം അല്ലെങ്കിൽ മതി, ഇന്നത്തെ നിർത്താം, അങ്ങനെയൊക്കെയാണ് അതിന്റെ അർത്ഥം. തോ ആജ് കി ക്ലാസ് കാഫി, ഇന്ന് ഇത്രയും മതി അല്ലേ, ഇന്ന് ഇത്രയും മതി, നമുക്കിവിടെ നിർത്താം. കാഫി എന്ന് പറഞ്ഞാൽ മതിയായി അല്ലെ ധാരാളമായി, ഇനഫ് ആയി എന്നർത്ഥം. തോ ആജ് കി ക്ലാസ് കാഫി ഹെ. നമുക്ക് നമസ്കാരം ചെയ്തിട്ട് മാളുവിന്റെ സങ്കടം മാറ്റാം. നമസ്കാരം ചെയ്യുന്ന പറഞ്ഞാൽ ഡാൻസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നമസ്കാരം ചെയ്യല്ലോ, ഗുരുവന്ദനം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങാം. ഹം നമസ്കാർ കർക്കെ, നമസ്കാരം ചെയ്തിട്ട് അല്ലെങ്കിൽ നമസ്കാരം ചെയ്തതിന് ശേഷം മാളു കി ഉദാസി കോ ദൂർ കരെ, മാളുവിന്റെ സങ്കടം മാറ്റാം. ഉദാസി എന്ന് പറഞ്ഞാൽ സങ്കടം, ദൂർ കരെ മാറ്റാം. മാളു തോറ്റു എന്ന് പറഞ്ഞ് എന്തിനാടോ സങ്കടപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അവൻ മാളുവിന്റെ അടുത്തേക്ക് പോയിട്ട് മാളു, അവളെ വിളിക്കുക മാളു, തോറ്റു എന്ന് പറഞ്ഞ്, ഹാർ ഗയാ ബോൽക്കർ ക്യോ ഇത്തന ദുഃഖി ഹോ, എന്തിനാ ഇത്ര സങ്കടപ്പെട്ടിരിക്കുന്നത്. തോൽവിയൊക്കെ സാധാരണ അല്ലേ. അപ്പൊ നീ ഈ ഒരു 10ാം ക്ലാസ് തോറ്റു എന്ന് പറഞ്ഞ എന്തിനാ നീ ഇത്ര ദുഃഖിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവളെ കൺസോൾ ചെയ്യാണ്, അവളെ സമാധാനിപ്പിക്കുകയാണ്. ഹാർ ഗയാ ബോൽക്കർ ക്യോ ഇത്തന ദുഃഖിയോ, ഒരു പ്രാവശ്യം തോറ്റെന്ന് പറഞ്ഞിട്ട് നീ എന്തിനാ ഇത്രയും സങ്കടപ്പെട്ടിരിക്കുന്നത്. സെപ്റ്റംബർ മാർച്ച് ഇനി കിടക്കല്ലേ. സിതംബർ മാർച്ച്, സെപ്റ്റംബറിനെ ഹിന്ദിയിൽ സിതംബർ എന്നാ പറയാ കേട്ടോ. സിതംബർ, മാർച്ചിന് മാർച്ച് തന്നെ. ആനേ വാലാ ഹെ, സെപ്റ്റംബർ മാർച്ചും ഒക്കെ വരികയല്ലേ, അപ്പൊ സപ്ലി കൊടുക്കാമല്ലോ, സപ്ലിമെന്റ് എഴുതുന്ന മാസങ്ങളല്ലേ സെപ്റ്റംബർ മാർച്ചും ഒക്കെ. അപ്പൊ ഈ 2 മാസങ്ങളും വരുന്നുണ്ട്, അതിൽ എഴുതാമല്ലോ. നീ ഇപ്പോഴേ ഇത്ര സങ്കടപ്പെടണോ. സിതംബർ ഔർ മാർച്ച് ആനേ വാലാ ഹെ, അത് രണ്ടും ഇനി മുന്നോട്ട് വരുന്നുണ്ട്, അപ്പൊ ഇപ്പോഴേ നീ സങ്കടപ്പെടണ്ട. അതിന് പഠിച്ചാ പോരെ. അഗെയിൻ സംസാര ഭാഷ, അതിന് പഠിച്ചാ പോരെ. ഉസ്കേലിയെ പഠന കാഫി നീ ഹെ, ഉസ്കേലിയെ പഠന കാഫി നീ ഹെ. ഈ കാഫി എന്ന് പറഞ്ഞാൽ ധാരാളം എന്നും മതി എന്നും ഇത്രയും ഇനഫാണെന്ന് കാണിക്കാനാട്ടോ. ഉസ്കേലിയെ പഠന കാഫി നീ ഹെ. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ 10ൽ പഠിച്ചു ജയിച്ചിട്ട് എന്തിനാ. ഇത് നിത്യം നമ്മൾ കോൺവെർസേഷനിൽ കേൾക്കുന്ന ഒരു ഇതാണ് കേട്ടോ, മലയാളികൾ പറയുന്ന. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ 10ാം ക്ലാസ് പാസ്സായിട്ട് എന്താ. വൈസേ ബി 10വീं കക്ഷാ പാസ് ഹോക്കർ ക്യാ മിലേഗ. വൈസേ ബി അല്ലെങ്കിൽ തന്നെ 10വീं കക്ഷാ മേ 10ാം ക്ലാസ്സിൽ പാസ് ഹോക്കർ ജയിച്ചിട്ട് ക്യാ മിലേഗ, എന്ത് കിട്ടാനാ. ജയിച്ചിട്ട് എന്ത് കിട്ടാനാ, 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ട് എന്ത് കിട്ടാനാ. ഇത്രയ്ക്ക് വിവരമുള്ള ഞാൻ തന്നെ 10ാം ക്ലാസ്സിന്റെ പാതിയിൽ പഠിത്തം നിർത്തിയല്ലോ. അഗൈൻ ഒരു ഫണ്ണി സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത്രയ്ക്കും വിവരമുള്ള അവൻ, സ്വന്തം വിവരമുള്ള ആണെന്ന് അഭിനയിക്കാണ്. ഇത്രയ്ക്കും വിവരമുള്ള ഞാൻ തന്നെ 10ാം ക്ലാസ്സിന്റെ പാതിയിൽ നിർത്തിയല്ലോ. ഇത്തന ദിമാഗ് വാല ഖുദ് मैं खुद 10वीं कक्षा के आधा में पढ़ाई बंद किया है ना. ഇത്രയും ബുദ്ധിയുള്ള ഇത്തന ദിമാഗ് വാല ഖുദ്, ഖുദ് എന്ന് പറഞ്ഞാൽ തന്നെത്താൻ. 10वीं कक्षा का आधा में 10ാം ക്ലാസ്സിന്റെ പാതിയിൽ പഠിത്തം നിർത്തി. അപ്പം കേട്ട് നിന്നൊരു കുട്ടി ചോദിക്കുക, 10ഓ, നീ 5ാം ക്ലാസ് വരെയല്ലേ പഠിച്ചിട്ടുള്ളൂ. 10ഓ എന്ന് പറഞ്ഞാൽ നീ എവിടെയാ 10 പഠിച്ച്, നീ 5ാം ക്ലാസ് വരെയല്ലേ പഠിച്ചിട്ടുള്ളൂ. 10വീं അത് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടുണ്ടോ. 10ഓ
തും തോ 5वीं कक्षा तक ही पढ़ा है ना, നീ 5ാം ക്ലാസ് വരെയല്ലേ പഠിച്ചിട്ടുള്ളൂ അല്ലേ, അങ്ങനെയല്ലേ, നീ 5ാം ക്ലാസ് വരെയല്ലേ പഠിച്ചിട്ടുള്ളൂ. തും തോ നീ 5वीं कक्षा 5ാം ക്ലാസ് തക്ക് ഹി അവിടെ വരെയല്ലേ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ അവൻ പറയാ അഗെയിൻ ഫണ്ണി കോൺവെർസേഷൻ, അതല്ലേ പറഞ്ഞത് 10ാം ക്ലാസ്സിന്റെ പാതി എന്ന്. അവൻ പറഞ്ഞത് ലിറ്ററൽ മീനിങ്ങിൽ അത് ശരിയാണ് അല്ലേ, അതല്ലേ പറഞ്ഞത്, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞ 10ാം ക്ലാസ്സിന്റെ പാതി. 10ന്റെ പാതി എത്രയാ, 5. വൈ തോ ബോലാ ഹെ 10वीं का आधा, 10वीं का आधा എന്ന് പറഞ്ഞാൽ 10ന്റെ പാതി എത്രയാ, 5. കണക്കറിയില്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഗണിത് നീ ആത്താ ഹെ തോ മേ സിഖാവുങ്ക. അപ്പൊ അവളോട് പറയാ, നിനക്ക് മാത്സ് അറിയില്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരാം. 10ന്റെ പാതി 5ആന്ന് നിനക്കറിയൂടെ. 10ാം ക്ലാസ്സിന്റെ പാതിയിൽ നിർത്തിയെന്ന് അവൻ ഉദ്ദേശിക്കുന്നത് 10ന്റെ പാതി 5 നിർത്തിയെന്ന്. ഗണിത് നീ ആത്താ ഹെ തോ മേ സിഖാവുങ്ക. ഗണിത് എന്ന് പറഞ്ഞാൽ മാത്സ് ആണ്. നീ ആത്താ ഹെ തോ അറിയില്ലെങ്കിൽ. സരസു, ഈ മാസത്തെ ഡാൻസിന്റെ ഫീസ് നാളെ തന്നെ കൊണ്ടുവന്നോളൂ കേട്ടോ. ഈ സരസു എന്ന് പറഞ്ഞ കുട്ടിയാണ് നീ 5 വരെയല്ലേ പഠിച്ചിട്ടുള്ളൂ എന്ന് ചോദിച്ചു. അപ്പൊ അവൾക്ക് പണിഷ്മെന്റ് പോലെ പറയാ അവളോട്, ഈ മാസത്തെ ഡാൻസിന്റെ ഫീസ് നാളെ തന്നെ കൊണ്ടുവന്നോളൂ കേട്ടോ. സരസു ഈസ് മഹീനേക്ക ഡാൻസ് കാ ഫീ കൽ ഹി ലേക്കറാന. നാളെ തന്നെ കൊണ്ടുവരണം. കൽ ഹി എന്ന് പറഞ്ഞാൽ നാളെ തന്നെ, ലേക്കറാന കൊണ്ടുവരണം. ഈ മാസത്തെ ഡാൻസിന്റെ ഫീ നീ നാളെ തന്നെ കൊണ്ടുവരണം. ഇത് അവൾക്കൊരു പണിഷ്മെന്റാ. അവൾ ഇവനെ കൊച്ചാക്കാൻ നോക്കിയില്ലേ, 10 എന്ന് പറഞ്ഞിട്ട് 5 വരെ പഠിച്ചെന്നുള്ള പബ്ലിക്കിൽ പറഞ്ഞില്ലേ, അതിനുള്ള പണിഷ്മെന്റ് ആണ് നാളെ തന്നെ ഫീസ് കൊണ്ടുവരണം എന്നുള്ളത്. എന്നോട് കളിച്ചാൽ അങ്ങനെയിരിക്കും. ഇതും ദിലീപ് തന്നെ അവളോട് പറയാ, എന്നെ നീ കളിയാക്കിയില്ലേ, അതിനുള്ള പണിഷ്മെന്റ്, അതിനുള്ള പണിയാണ് നിനക്ക്. മുജ്സെ ഖേലേഗ തോ ഐസേ ഹി ഹോഗ. എന്നോട് കളിച്ചാൽ, മുജ്സെ ഖേലേഗ തോ എന്നോട് കളിച്ചെങ്കിൽ, ഐസേ ഹി ഹോഗ ഇങ്ങനെ തന്നെയാ വരിക. എന്നോട് ആരും കളിക്കാൻ നോക്കണ്ട, എന്നെ ആരും കൊച്ചാക്കാൻ നോക്കണ്ട. ഒന്ന് സങ്കടപ്പെടാതെടോ യാർ ദുഃഖി മത് ഹോ. ഇങ്ങനെ ഈ തോറ്റ കുട്ടിയോട് പറയാ, മാളുവിനോട് പറയാ, ഒന്ന് സങ്കടപ്പെടാതെടോ യാർ ദുഃഖി മത് ഹോ. സങ്കടപ്പെടാതിരിക്കുക, ദുഃഖി മത് ഹോ. പോയത് പോട്ടേന്ന് ജാനേതോ ജോഗയ. പോയത് പോട്ടേന്ന് എങ്ങനെയാ, പോയത് എന്നുള്ളതിന് ജോഗയ, പോട്ടേന്ന് ജാനേതോ. ഈ മുഴുവൻ മാക്സിമം കോൺവെർസേഷനിൽ നമ്മൾ കേൾക്കുന്ന ഒരു വേർഡാണ് ജാനേതോ. ജാനേതോ യാർ ജോഗയ, പോയത് അങ്ങോട്ട് പോട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇതുപോലുള്ള വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ കമന്റിലൂടെ അറിയിക്കുക.